വള്ളല്ലാത്ത സ്ഥലമാണ് ഈ തിരക്കിടില്ല. ഇഷ്ടം പോലെ വള്ളണ്ട് ഇപ്പൊ അവിടെ. നമ്മൾ ഈ വള്ളല്ലാതെ മരുഭൂമിന്നൊക്കെ തയമം ചെയ്ത് ഓതിർക്കണ കണ്ടിട്ട് എന്താ കഥ? ए प्रभु, अरे रामकृष्ण जगन्नाथ प्रमाण देख क्या हुआ? पानी नहीं है भाई. ए पानी किधर है? ए भाई भाई पानी किधर है? कुछ भी नहीं है उधर. വള്ളമില്ല ഒന്നുമില്ല. ഇത് എന്തൊക്കെ സംഭവം? ഭയങ്കരം തന്നെ കേട്ടോ. ചിരിക്കണോ അപ്പൊ ഇത് കരയണോ? എന്താ അപ്പൊ ഇത് കഥ? ഏതായാലും വല്ലാത്ത ജാതി ഒതുക്കലായി പോയല്ലോ. അവിടെ ഒരു പൈപ്പ് ഉണ്ടെന്ന് സങ്കല്പിക്കുക, അതിന് വെള്ളം വരുന്നുണ്ട് സങ്കല്പിക്കുക, അവിടെ ഒതെടുക്കന്നെ. എന്താലേ യാ റബ്ബേ. എന്നാ വള്ളല്ലാത്ത സ്ഥലമാണ് ഈ തിരക്കിടില്ല. ഇഷ്ടം പോലെ വള്ളണ്ട് ഇപ്പൊ അവിടെ. നമ്മൾ ഈ വള്ളല്ലാതെ മരുഭൂമി പ്രഭു ക്യാ ഹുവാ അദ്ദേഹം ചോദിച്ച അതാണ്. ഇത് ഏത് ജാതി ഒതുകൊടുക്കലാണ്? വെള്ളം വരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇടുക്കുക, മോത്തുകൂടി ഇങ്ങനെ തേക്കുക. അതുപോലെ തന്നെ വെള്ളം വരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് കയ്യൊക്കെ ഇങ്ങനെ കഴുകണ പോലെ സങ്കല്പിക്കുക. വല്ലാത്ത ജാതി ഒതുകൊടുക്കലല്ലേ. ഇതുപോലെയുള്ള ആളുകളെയും ഈ പൗരോഹിത്യം ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. ഇതിപ്പോ ഏതെങ്കിലും വല്ല പറഞ്ഞു കൊടുത്തതാകുമല്ലോ സങ്കല്പിച്ചിട്ട് ഒതുകൊടുക്കാന്. വെള്ളമില്ലാത്ത സ്ഥലമല്ല, ആ സ്ഥലത്ത് വെള്ളം ധാരാളമുണ്ട്. ഇനി മറ്റൊരു സാധ്യത ഉണ്ട്. വെള്ളം ശരീരത്തിലാവുന്നത് അലർജി ആണെങ്കിൽ, അല്ല രണ്ടാൾക്കും ഒരേ അലർജി ഉണ്ടാകുമോ? ഇനി രണ്ടാൾക്കും ഒരേ അലർജിയാണെന്ന് വെക്കുക, മണ്ണെടുത്തൊരു താമം ചെയ്തൂടെ അല്ലേ? താമം ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണ്ടേ? ഈ രൂപത്തിൽ ഒതു കൊടുക്കാൻ പറഞ്ഞു കൊടുത്ത ആ ഉസ്താദിനെ ഇച്ചൊന്ന് കാണണം അല്ലേ? പ്രിയമുള്ളവരെ, ഈ രൂപത്തില് ആളുകള് പുതിയ പുതിയ സംരംഭങ്ങളുമായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ഓരോരോ പുത്തൻ ആചാരങ്ങളും പുത്തൻ ഐഡിയകളും ഈ ഉമ്മത്തിലേക്ക് ഈ പൗരോഹിത്യം കുത്തി നിറച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഓല് വലിയ സുജായികളാകാൻ വേണ്ടിയിട്ട്, ഓല് വലിയ വെല്ലിക്കാട്ട് ഉസ്താക്കന്മാരാകാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ രൂപത്തിൽ ചെയ്യുന്ന ആളുകളൊക്കെ മയ്യത്ത് വ്യാപാരത്തിന്റെ അതിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് എന്റെ അറിവ്. അങ്ങനത്തെ ഈറ്റങ്ങളെ കണ്ടിട്ടുള്ളൂ. മറ്റീറ്റങ്ങള് ഏതായാലും ഇജാതി കാര്യങ്ങളൊന്നും കാണിക്കലില്ല. ഏതായാലും ബഹുമാന പണ്ഡിതൻ അബ്ദുൾ റഷീദ് ചളവറയുടെ ചെറിയൊരു പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വീഡിയോയിലേക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഫ്ലക്സ് വെച്ചു. ഹദീസ് വയ്ക്കരുത്, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. നബി ഒരു ഫ്ലക്സ് വെച്ചു. എന്ത്? ഖബർ സിയാറത്ത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ഉമ്മാരും സഹോദരിമാരും നല്ല ശ്രദ്ധിക്കും. നബി ഇങ്ങനെ എഴുതി, മരണചിന്ത ഉണ്ടാകും, പരലോക ചിന്ത ഉണ്ടാക്കും, കണ്ണ് നനയിപ്പിക്കും, ഹൃദയം ലോലമാക്കും, ഇതിൽ ഗുണപാഠമുണ്ട്, ഇതൊരു ഉപദേശമാണ്. ഹദീസിൽ 6 ലഫ്ള് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണെന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്ത് അവകാശപ്പെടുന്ന, സുന്നത്തും ജമാഅത്തും പേരിൽ മാത്രമുള്ള അഹ്ലുസ് സുന്നയല്ല, അഹ്ലുസ് ശിയഅത്തി വൽ ഖുറാഫാത്ത്, ആ ആളുകളും ഒരു ബോർഡ് വെച്ചു. ഉദാഹരണത്തിന് പുത്തമ്പള്ളിയിലെ ജാറത്തിലെ ബോർഡ്, മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളി. എന്താ പുത്തമ്പള്ളിയിലെ ബോർഡ്? മുഹമ്മദ് നബി വെച്ച ബോർഡ് നിങ്ങൾ വായിച്ചില്ലപ്പോ എന്തൊക്കെയാണ്? പുത്തമ്പള്ളിയിലെ ബോർഡ്: 1, പേപ്പട്ടി വിഷ നിവാരണം, സർപ്പ വിഷ നിവാരണം, ഉദ്ദിഷ്ടകാര്യ സാഫല്യം, കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടൽ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കൽ. നബി വെച്ച ഫ്ലക്സിൽ എല്ലാം ആഖിറം. ഒരു ഖബർ കമ്മിറ്റിക്കാർ വെച്ച ഫ്ലക്സിലോ ഒക്കെ ദുനിയാവ്. പ്രിയമുള്ളവരെ, എവിടെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖബർ സിയാറത്ത്? ഏതാണ് അഹ്ലുസ് സുന്നത്തിന്റെ ഖബർ സിയാറത്ത്? മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ രീതിയാണോ? അതല്ല, ഇതിനെ അട്ടിമറിച്ചിട്ട് അതൊരു ഖബർ വ്യവസായമാക്കി അവിടുന്ന് വരുമാനം ഉണ്ടാക്കി, അതുകൊണ്ട് പള്ളി കയറ്റി, അതുകൊണ്ട് മദ്രസ കയറ്റി, അതുകൊണ്ട് ഒരുപാട് കോളേജുകൾ കയറ്റി, അതിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരെ പുറത്തിറക്കുന്ന ഒരു ഇത്തരം സ്ഥാപനങ്ങളാണോ? ഈ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ ഈ ചിർക്കിന്റെ വിദഅത്തിന്റെ ചോറും തിന്നിട്ട് വളർന്ന് വലുതായിണ്ടായതാ. ബലേക്കുന്ന നമ്മൾ തൗഹീദ് പ്രതീക്ഷിക്കണ്ട, സുന്നത്ത് പ്രതീക്ഷിക്കണ്ട, ഹലാല് പ്രതീക്ഷിക്കണ്ട. ഞാൻ പറയുന്നത് ഒന്നും വിഷമം വിചാരിക്കരുത്. ആരെയും ചീത്ത പറഞ്ഞൊന്നല്ല, ആരെയും കുറ്റം പറഞ്ഞല്ല. ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കഴിച്ചവർക്കേ അള്ളാന്റെ ദീന് പച്ചയായി കൃത്യമായി പ്രവാചകന്മാരുടെ സ്വഹാബത്തിന്റെ ആ മാർഗത്തിലൂന്നി വിശദീകരിക്കപ്പെടാൻ സാധിക്കും. അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ ഒപ്പിച്ചുണ്ടാനേ പറ്റുള്ളൂ. ഈ ഒപ്പിക്കലാണ് ഇപ്പൊ എല്ലാ പ്രശ്നത്തിന്റെ കാരണം. ഞാൻ പറഞ്ഞു വന്നത് ഖബർ സിയാറത്തിന്റെ ഇസ്ലാം, ഖബർ സിയാറത്തിന്റെ ബിദ്അത്തായ വശം. ഇനി നോക്കി നിങ്ങൾ ഈ ഖബർ സിയാറത്തിലേക്കാണ് ചെല്ലുക. നമ്മള് എന്ത്? ഇത് ബിദ്അത്താണ്, ഇത് ബിദ്അത്താണ്. ഇസ്ലാം പഠിപ്പിച്ചത്
ഖബറാളികളെ സന്ദർശിക്കണം. ഇതോ പ്രത്യേക ടൂർ പ്രോഗ്രാമാണ്. അങ്ങനെ ടൂർ പ്രോഗ്രാം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഇവിടെ ആലോചിച്ചൊക്കെ സിയാറത്തിന് പ്രത്യേക ഒരു ടൂർ പാക്കേജ് ഇല്ല. എന്നിട്ട് ചെന്നിട്ട് എന്താ ചെയ്യണത്? കൂടെ അങ്ങനെ കൊണ്ടുനടക്കണ മോള് 24 വയസ്സായി, കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നിക്കടി, ഷെയ്ഖ് കണ്ടോട്ടെ ഖബറാളിന്റെ മുന്നിൽ. എന്നിട്ടോ തങ്ങളെ നിങ്ങൾ അറിയില്ലേ, എന്റെ കുട്ടിക്ക് പുയ്യാപ്പള വന്നിട്ടില്ല. അങ്ങനെ സങ്കടം മുഴുവനും അതിന്റെ മുന്നിൽ പറയും. അപ്പൊ അവിടെ ഉള്ളൊരു മറ്റേ തൂവല്, എന്ത് തൂവല്, മയിലിന്റെ വലിയൊരു പീലി. അപ്പൊ മയിൽ നാട്ടിൽ കൂടെ നാട്ടിലൊരു കോഴികളെ മയിൽ നടക്കണ കാലം കിടും മയിലൊക്കെ. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വീശും, ഒരു പച്ചപ്പട്ട് വിരിക്കും, അതിന്റെ മോൾക്ക് ഒരു സാധനം വലിച്ചിടും. അൽഹംദുലില്ലാ സമാധാനായി. അപ്പൊ ചിലപ്പോൾ അൽഹംദുലില്ലാ എന്നൊക്കെ പറയട്ടോ, അതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. സമാധാനായി. കാരണം എന്താ അറിയോ, അള്ളഹാനോട് കുറെ കാലമായി ചോദിക്കണോ, ഒരു കാര്യമില്ല. ഷെയ്ഖിനോട് ചോദിച്ചിട്ടോ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉത്തരം കിട്ടിയിരുന്നു. മറ്റേത് KSRTC ബസ്, ഇത് ബെൻസുകാരാണ്. സുപ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനോട് ചോദിക്കണതിനെ കുറിച്ച് ഇവരെ ധാരണ കിട്ടിയാ കിട്ടിയെന്ന KKPT നമ്മളോട് പറയാം, കിട്ടിയാ കിട്ടി പോയപ്പോൾ. ഷെയ്ഖിനോട് ചോദിച്ചാലോ അപ്പോൾ ഉച്ചരം വായിക്കൂടാതു തീരം നൽകും ഞാനെന്ന് ഓവറാണ് കുറച്ച്. അള്ള പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ദ്വായിരുന്നാൽ തന്നെ, ദ്വാ ഇരുന്നാൽ തന്നെ 3 രീതിയിൽ, ഒന്നില്ലെങ്കിൽ ചോദിച്ചത് കിട്ടും, അല്ലെങ്കിലോ പരലോകത്തേക്ക് ഒരു പുണ്യമാക്കിയത് മാറ്റിവെക്കും, അതല്ലെങ്കിലോ അള്ളാഹു ഒരു ആപത്ത് തടയും. ഇതാ അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടണത് കിട്ടും. പക്ഷെ 3-ൽ 1 കിട്ടാൻ. പക്ഷേ നമ്മളെ ആൾക്കാരുടെ ധാരണ ഔലിയാപ്പാപ്പനോട് ചോദിച്ചത് അപ്പത്തിനോട് തരുന്ന, എന്നിട്ടായി ചോദിക്കണത്. അള്ളാഹിനോടൊന്നൊരു പേടിയില്ലാത്തതാണ് ആളുകൾക്ക്. അതെങ്ങനെ വെച്ചാല്, പണ്ടൊരാൾ പറഞ്ഞു, പണ്ടൊക്കെ നമുക്ക് പരലോകം പറഞ്ഞൊരു പേടിയുണ്ടായിരുന്നു, മരണം പറഞ്ഞ പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ശരിക്കും നേരം വേണം മരണം പരലോകമൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഞങ്ങൾക്ക് ഒരു വേജാറുണ്ടാവും. പക്ഷെ ഈ കൗമിന് ഇപ്പൊ എന്താ പറയുക, പോയിട്ടൊരു പേടിയില്ലാതെ. എന്താ സംഗതി? നിങ്ങൾ എന്ത് പറഞ്ഞ ഞങ്ങൾക്ക് വേജാറില്ല. കാരണം എന്താ പറയുക, ഞങ്ങളുടെ ഒരു പുതിയ രീതി ഉണ്ട്. എന്തറിയോ, ഞങ്ങളെ വാപ്പണം മരിക്കട്ടെ, ഞങ്ങൾ കാണിച്ചുതരാം. വാപ്പണം മരിച്ചാലോ നേരെ ചെല്ലും, ഉസ്താദിനെ മുന്നിൽ നിൽക്കും. ഉസ്താദെ അങ്ങോട്ട് ചോദ്യം ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പൊ ഉസ്താദ് ചോദ്യം പറഞ്ഞു കൊടുക്കും, ഖബറിൽ ഇരുന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കും. മലക്കാനി, യതീമാനി, ജായിയാനി, അങ്ങനെ കുറെ ആനി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. എന്നിട്ട് ചോദ്യം പറഞ്ഞു കൊടുക്കും, ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കും. എന്താ ഇപ്പൊ പിന്നെ നിരോധിച്ചതിന് ശേഷം വേറെ നോട്ടാണല്ലോ നടക്കണം. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇങ്ങനെ ആദ്യം തന്നെ പൊക്കി വെക്കും. ഒരു 2000 അങ്ങനെ 2000 റുപ്യന്റെ ചിലവുള്ളൂ. ചോദ്യം ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ഉത്തരം ഉസ്താദ് പറഞ്ഞു. പിന്നെ ഇതിനെ നിസ്കരിക്കണം, ഇതിനെ നോമ്പ് വിൽക്കണം, ഇതിനെ സക്കാത്ത് കൊടുക്കണം, ഇതിനെ അള്ളാനെ പഠിക്കണം, കള്ളുടിച്ചെന്താ, വിഭജിച്ചെന്താ. ചോദ്യം ഇവിടെ റെഡിയാ, ഉത്തരം ഇവിടെ റെഡിയാ. നമ്മൾ മനസ്സിലാക്കണം പരലോകം എന്താ പ്രിയമുള്ളവരെ. മനസ്സിലായില്ല? അള്ളാഹുവിനെ കുറിച്ചോ ആഖിറത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ പറഞ്ഞു കൊടുത്ത പേടിയില്ലാത്തറിയോ? എന്ത് പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് പേടിയില്ലാത്തെന്ന് വെച്ചാല് എല്ലാറ്റിന്റെയും തരികിട, കുറുക്ക് വഴികൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഈ ഹക്ക്, നേർവഴി, സിറാത്തുൽ മുസ്തഖീം, ഒരേ ഒരു മാർഗം, അത് ജനങ്ങളെ പഠിപ്പിക്കുന്ന സലഫികളെ വിമർശിക്കുന്നതിന് വേണ്ടി കുറുക്ക് വഴികൾ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുറുക്ക് വഴി പഠിപ്പിച്ചിട്ട് അവസാനം നല്ല വഴി കാണിച്ചു കൊടുത്താലും ഈ സമുദായം വരൂല. എന്താ വരാത്തത്? ഞങ്ങൾക്കൊക്കെ ഷോർട്ട് കട്ട് പഠിച്ചിട്ട് ഞങ്ങൾ എളുപ്പം രക്ഷപ്പെടുമോ? ഇല്ല. ദുനിയാവും നഷ്ടം, ആഖിറവും നഷ്ടം. ഒരു ഖബർ സിയാറത്തിന്റെ കഥയെ പറഞ്ഞത്, ആദ്യം സുന്നത്താണ്, ആ സുന്നത്തിനെ അട്ടിമറിച്ച് ബിദ്അത്തായി. ആ ബിദ്അത്തിലേക്ക് ചെന്നപ്പോഴോ ബിദ്അത്തിലൂടെ ശിർക്കിലേക്ക്. ഖബർ സിയാറത്ത് എന്ന സുന്നത്തിന്റെ മറവിൽ അത് ബിദ്അത്താക്കി അട്ടിമറിച്ചു. എന്നിട്ടോ ആ ബിദ്അത്ത് ടൂർ നടത്തി. അപ്പൊ ബിദ്അത്തിന്റെ കുറ്റം എവിടേക്കാണ്? കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. നരകത്തിലേക്കാണ് എല്ലാ ബിദ്അത്തുകളും കടന്നു പോകുന്നത്. ഇനിയോ ആ ഖബറുകൾ, ആ ഖബറാളിയോട് ചെന്നിട്ട് നേർക്ക് നേരെ ദുആ ഇരക്കുകയാണ്. ബിദ്അത്തിൽ നിന്ന് നേരെ ശിർക്കിലേക്ക് കടന്നു പോവുകയാണ്. ശിർക്ക് എവിടേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത്? നരകത്തിലേക്കാണ്. ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാ അമലും ബാത്തിലാകും, നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ.